കർത്താവിൻ്റെ വലിയ ആണിപ്രതാർന്ന അത്ഭുത കരങ്ങൾ മക്കളുടെ ശിരസിൽ വെക്കണമേ. പരീക്ഷയുടെ പേനകളെല്ലാം ആശീർവദിക്കപ്പെടട്ടെ. പരീക്ഷയുടെ ഹോൾ ടിക്കറ്റുകളെല്ലാം ആശീർവദിക്കപ്പെടട്ടെ. എന്ത് വിഷയമാണ് മക്കൾക്ക് പാട്, ആ വിഷയത്തിന് മേൽ അത് ഈസിയാകാൻ കർത്താവിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് യു സ്പീക്ക്. കർത്താവെ, പല വീടുകളും സാമ്പത്തിക തകർച്ചയിലുണ്ട്. വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, വിൽക്കാൻ പറ്റണില്ല. ഇപ്പോൾ തന്നെ ഫെബ്രുവരി ആയപ്പോൾ തന്നെ കിണറുകളിലെ വെള്ളം വറ്റിപ്പോയവരുണ്ട്. ഈശോ, അങ്ങനെ പലതുകൊണ്ടും വിഷമിച്ച് പല സ്ഥലങ്ങളിലേക്കും വെള്ളത്തിന് വേണ്ടി പോകുന്നവരുണ്ട്. വെള്ളത്തിൻ്റെ പേരിൽ കുടുംബ കലഹങ്ങളിൽ പറമ്പുകാർ തമ്മിലുള്ള പ്രയാസങ്ങൾ ജീവിക്കുന്നവരുണ്ട്. ഇങ്ങനെ വരൾച്ചയുടെ പ്രശ്നങ്ങൾ, വരൾച്ചയുടെ വിയർപ്പുകൾ പലതരത്തിൽ അനുഭവിക്കുന്നുണ്ട്. ജോലി ഇല്ലാത്തവരുണ്ട്. കർത്താവെ, സാമ്പത്തിക മാധ്യമത്തിൽ വിവാഹത്തിലേക്ക് ഒരുങ്ങുന്നവരുണ്ട്, വിവാഹം കഴിഞ്ഞവരുണ്ട്. കർത്താവ്, അങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം ഈശോയെ. അവരെല്ലാം നീ സന്ധിക്കുകയും വിശുദ്ധിയിലേക്കും വിശ്വാസത്തിലേക്കും ദൈവകൃപയിലേക്കും അവരെ കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജോലി ഇല്ലാത്തവർ, ഭവനരഹിതരെ, അധ്വാനിക്കാനുള്ള മാർഗമില്ലാത്തവർ, ജോലി നഷ്ടപ്പെട്ടവർ, കർത്താവ് വിസ റദ്ദ് ചെയ്തവർ, വിസ പുതുക്കാൻ പറ്റാത്തവർ, ഈശോയെ പല പരീക്ഷകൾ IELTS, OET അതുപോലുള്ള പരീക്ഷകളൊക്കെ എഴുതുന്നവരുണ്ട് ഈശോയെ. എഴുതി കഴിഞ്ഞവരുണ്ട് കർത്താവ്. പലതും എഴുതിയിട്ട് തോറ്റുപോയവരുണ്ട് ഈശോയെ. ഓരോരോ രാജ്യങ്ങളിലുള്ള പ്രത്യേക പരീക്ഷകൾ എഴുതി കരകയറാൻ പറ്റാത്ത രീതിയിൽ അവർ വിഷമിക്കുന്നവരുണ്ട് ഈശോ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ പരീക്ഷാ ഭയങ്ങൾ യേശുനാഥ് ബന്ധിച്ചുകൊണ്ട് നിങ്ങളുടെ യോഗ്യതയേക്കാളുപരി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വിജയം സുനിശ്ചിതമാകാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ മക്കൾ, നമ്മൾ ഇന്ന് ഈ വിജയം നൽകുന്ന കർത്താവ്, വിജയം നൽകുന്നത് കർത്താവാണെന്ന് ഉള്ളൊരു വേർഷന് ബൈബിള് മുന്നോട്ട് വെക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെളിപ്പാടാണത്. കാര്യം ഇസ്രയേലിന് ലഭിക്കും, അത് അനുഭവത്തിലൂടെ പഠിക്കുന്നവരാണ്. കാര്യം അവരുടെ എപ്പോഴും ചെറിയ സൈന്യമായിരിക്കും. അവരെ ആക്രമിക്കുന്ന ഒരു വലിയ സൈന്യമാണ്. നെദ്ദിനെഹിൻ്റെ ഒക്കെ പ്രസംഗം കേട്ടിട്ടില്ലേ? അതൊക്കെ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെ ഈജിപ്തുകാർ കൊന്നുകൊണ്ടിരുന്നു. അതിനെ ഞങ്ങൾ അതിജീവിച്ച്. ഗ്രീക്കുകാർ ഞങ്ങളെ വളഞ്ഞു, അതിനെ ഞങ്ങൾ അതിജീവിച്ചു. റോമക്കാർ ഞങ്ങളെ വന്ന് ഹോളോകോസ്റ്റിലേക്ക് ഞങ്ങളകപ്പെട്ടു, അതിന് ഞങ്ങൾ അതിജീവിച്ചു. ഇതെല്ലാം നോക്കുമ്പോൾ ബൈബിള് വിജയം നൽകുന്ന കർത്താവിനെ പ്രഘോഷിക്കണം. എല്ലാത്തിനും അതിജീവിച്ച് അവരുടെ കൂടെ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുന്ന ദൈവത്തെ എന്നെ പ്രഘോഷിക്കുന്ന വചനം. അപ്പം അതിൽ നിന്നാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. സുഭാഷിതങ്ങൾ 21:31. സുഭാഷിതം 21:31. യുദ്ധത്തിനു വേണ്ടി കുതിരയെ സജ്ജമാക്കുന്നു, എന്നാൽ വിജയം നൽകുന്നത് കർത്താവാണ്. അപ്പോൾ നമുക്ക് പഠിക്കാം. പക്ഷെ അതേസമയം തന്നെ വിജയം പഠിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങൾ അശ്വതി എന്നും പറഞ്ഞൊരു മോള് ഫയർഫോഴ്സിൻ്റെ പരീക്ഷയ്ക്ക് ടെസ്റ്റ് എഴുതാനുണ്ട്. ഭയങ്കര സാക്ഷ്യമാണത്. കേൾക്കണം നിങ്ങൾ കേട്ടോ. അവൾ പറയണത് വെച്ചാൽ 50 അടി ആഴമുള്ള ജലാശയം, 50 മീറ്റർ ഞാൻ നീന്തണം, എനിക്ക് പേടിയാണ്, ഞാൻ മുങ്ങിപ്പോകുമോ, ഞാൻ നീന്തൽ പഠിച്ചതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ മെൻറ്ററിനെ വിളിച്ച് ചോദിച്ചു, എങ്ങനെയാണിത്, എനിക്ക് വല്ലതും സംഭവിച്ചാൽ ഞാൻ താന്നു പോകുമോ? അപ്പം മെൻറ്റർ പറഞ്ഞത് എന്താണെന്നറിയാവോ? എടി, നിൻ്റെ കൂടെയുള്ളൊരു സമുദ്രമാണ്, പരിശുദ്ധ അമ്മേനെയാണ് ഉദ്ദേശിക്കണത് അവർ. ഈ ഇറവെള്ളം കണ്ട് എന്തിനാ പേടിക്കണമെന്ന് ചോദിച്ചു. അത് ഭയങ്കര മോട്ടിവേഷനായിപ്പോയി. അപ്പോൾ അതാ വിജയം നൽകണത്. അവൾ വിജയിച്ചു, 1ാം റാങ്കിൽ വിജയിച്ചു ഫയർഫോഴ്സിൻ്റെ പരീക്ഷയ്ക്ക്. അപ്പോൾ ആ വിജയം നൽകണത് കർത്താവാണ്. അപ്പോൾ ആ ഒരു പരീക്ഷക്കാർക്ക് ആ ഒരു ബോധം എപ്പോഴും ഉണ്ടാകണം. പരീക്ഷക്കാരൊന്നുമല്ല, നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് ഏതെങ്കിലും വിഷയം, സാമ്പത്തികമാകാം, സാംസ്കാരികമാകാം, കുടുംബപരമാകാം, ക്രയവിക്രയമാകാം, വിനിമയമാകാം, കൂട്ടുകച്ചവടമാകാം, നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ആ പരാജയപ്പെടുത്തി അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങളിത് പറയണം. എന്താണ്? സുഭാഷിതങ്ങൾ 21:31 പറയണം. എന്താണ്? വിജയം നൽകുന്നത് കർത്താവാണ്. അതായത് അത് പ്രഖ്യാപനമാണ്. വിശ്വാസത്തിലെ ആവിഷ്കാരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്താണ്? പ്രഖ്യാപനം. അപ്പം അതുകൊണ്ട് ഇപ്പം ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം എന്താണെന്നറിയാവുക? 17:17.
പല പ്രഖ്യാപനങ്ങളുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ക്രിസ്തു പ്രഖ്യാപിക്കുന്നുണ്ട്. പത്രോസ് തള്ളിപ്പറയാൻ പോകുന്നു, യൂദാസ് ഒറ്റിക്കൊടുക്കാൻ പോകുന്നു. അതിന് ഒരു അരമണിക്കൂർ 10 മിനിറ്റ് മുമ്പ് ഈശോ പറയേണ്ട ഒരു വർത്തമാനമുണ്ട്. ആ പത്രോസ് തള്ളിപ്പറയുന്നതിന് 10 മിനിറ്റ് മുമ്പ്, യൂദാസ് ഒറ്റിക്കൊടുക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ്, തൻ്റെ നില തെറ്റിയിരിക്കുന്ന സമയത്ത്, തൻ്റെ എല്ലാ പിടുത്തവും നഷ്ടപ്പെട്ട സമയത്ത് കർത്താവ് പറയേണ്ട വാക്കുണ്ട്. അത് യോഹന്നാൻ 17:17 രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. അതായത് ശിഷ്യന്മാര് വചനം അറിയാവുന്നത് കൊണ്ടാണ് അവർക്ക് തെറ്റ് സംഭവിക്കണമെന്ന് പറയുന്നുണ്ട് ഈശോ. മത്തായി 22:29. മത്തായി 22:29. യേശു മറുപടി പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അപ്പോൾ തെറ്റ് പറ്റാനുള്ള സാധ്യത വചനം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കർത്താവ് അവരോട് ക്ഷമിക്കണമെന്ന് പറയണത്. അവരോട് കലക്കുറിച്ചിക്കണമെന്ന് പറയത്തില്ല. അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതിൻ്റെ വചനം മനസ്സിലാക്കിയിട്ടില്ല. അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്കറിയാവേ, അവർ ആളെ കൊല്ലുകയാണ്. പക്ഷേ അത് എൻ്റെ റൂട്ട് കോസ് എന്താണ്? രക്ഷാകര പദ്ധതിയെക്കുറിച്ച് ഹീസ് നോട്ട് നോൺ ടു ദം. അതാണ് വിഷയം. അവർക്കറിയത്തില്ല. ലൂക്കാ 23:34. യേശു പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ. അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. ഇതിനോടാണ് നമ്മൾ മത്തായി 22:29 കൂട്ടിവെക്കേണ്ടത്. എന്താ കാര്യം? അങ്ങയുടെ വചനം അറിയാത്തത് കൊണ്ട്, വചനത്തിലൂടെ ഉൾത്തിരിഞ്ഞു വരുന്ന രക്ഷാകര പദ്ധതിയെക്കുറിച്ച് നോൺ ടു ഡം, അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്ത കൊണ്ടാണ് അവർക്ക് തെറ്റ് സംഭവിക്കുന്നത്. ആർക്കാണ്? പീലാത്തോസിനും കയ്യഫാസിനും അന്നാസിനും. അതേ വർഗത്തിൽ തന്നെയാണ് പത്രോസ്, കർത്താവിനെ തള്ളിപ്പറയാൻ പോകുന്ന പത്രോസ്, കർത്താവിനെ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന യൂദാസ്. അവരും അവരുടെ കൂടെയുള്ള യോഹന്നാൻ മുതൽ പേരുകളും എന്താണ്? അവരെക്കുറിച്ച് ഈശോ പറയുന്നത് എന്താണ്? അവർ സത്യത്താൽ വിശുദ്ധീകരിക്കാൻ. എന്തെന്നാ പറയണത്? യോഹന്നാൻ 17:17 എന്ന് പറയണത് അങ്ങയുടെ വചനമാണല്ലോ സത്യമെന്ന്. ആ വചനത്തിലും വാഗ്ദാനങ്ങളിലും എല്ലാം വിശ്വസിച്ചുകൊണ്ട് ഈശോ തൻ്റെ നിലപാട് വ്യക്തമാക്കും. തൻ്റെ നില വിട്ടുപോയ അവസ്ഥകളിൽ, കൈ വിട്ടുപോകുന്ന അവസ്ഥകളിൽ കർത്താവ് വചനം അനുസരിച്ച് വചനത്തിന് സാക്ഷ്യം കൊടുക്കും. വചന ചില സമയത്ത് നമ്മുടെ പവറേ, നമ്മുടെ വാക്കുകൾക്കൊക്കെ ഭയങ്കര പവറാണ്. അതായത് ഒരു വിശ്വാസം, ദൈവത്തിന് അതിൻ്റെ അകത്ത് കക്ഷി ചേർത്തിട്ടുള്ള, ദൈവത്തിന് അറ്റാച്ച് ചെയ്തിട്ടുള്ള ദൈവികമായ വചനത്തെയും ശക്തിയെയും പുരയിടങ്ങൾ അറ്റാച്ച് ചെയ്യത്തില്ലേ, അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയെ അറ്റാച്ച് ചെയ്തുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയെ നമ്മുടെ വിഷയങ്ങളിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അത് നമ്മൾക്കൂടെ പറഞ്ഞു തരുന്നത് സിറോഫിനിഷ്യ സ്ത്രീ എന്നോ അല്ലെങ്കിൽ മത്തായി കാനംകാരിയോ എന്ന് പറയുന്ന ഒരു സ്ത്രീയില്ലേ, അവളെന്താ പറയണത്? യജമാനനെ, അത് ശരിയാണ്, ഞാൻ പട്ടിയാണ്. എന്താണ് അത്? എന്നിട്ടെന്താണ് പറയണത്? പക്ഷേ നായ്ക്കൾ പോലും യജമാനൻ്റെ മേശമേൽ നിന്ന് വീഴുന്ന ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ഉമ്മൺ, ഈശോ പറയും, സ്ത്രീയെ, നിൻ്റെ ഈ വാക്ക് കൊണ്ട് തന്നെ നീ രക്ഷപ്പെട്ടിരിക്കണം. അവളുടെ വാക്കിന് രക്ഷയുടെ ശക്തി കിട്ടും. അത് ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ നമ്മുടെ വിഷയത്തിലേക്ക്, നമ്മുടെ അവസ്ഥകളിലേക്ക് ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ ഹോൾഡ് ചെയ്യുകയോ പ്രൊക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാക്ക് തന്നെ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് അനുഭവിക്കുന്നതിന് കാരണമായി മാറും. അപ്പം വിജയം ഒരിക്കലും തോറ്റു കൊടുക്കരുത് ജീവിതത്തോട്. ദൈവത്തെ ദൈവത്തിനെ കരം ഗ്രഹിച്ചുകൊണ്ട് വിജയത്തിലോട്ട് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് വചനാധിഷ്ഠിതമായി ജീവിച്ചുകൊണ്ട് സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മുന്നേറാൻ വേണ്ടി ദൈവം നൽകിയ അവസരങ്ങളാണ് തോൽവിയെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയാണ്.
കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ധൈര്യമായിരിക്കുമേ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാൻ 16:33 വായിച്ചേ. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതാണ്. അതായത് ഇപ്പോൾ ഒരു വിഷമസന്ധികളിൽ കർത്താവിലാണ് നമ്മൾ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഇത് പറയുന്നത്. എന്താണ്? ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാവും, എങ്കിലും ധൈര്യമായിരിക്കണം, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു, ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പൊ ലോകത്തെ ജയിച്ചിരിക്കുന്നതിന്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് സുവിശേഷത്തിന് സാക്ഷിയായിക്കൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.